ഗുറ്റൻ ടാഗ് സുസാമൻ. നമ്മൾ ഇന്ന് A1 ഡീൽ ചെയ്യുന്ന ടോപ്പിക്കാണ് നുൾ പൊസിക്സിയോൺ കണക്ടോറൻ. നുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ, പൊസിക്സിയോൺ പൊസിഷൻ, കണക്ടോറൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ടേഴ്സ്. ഈ സംഭവം നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് രണ്ട് സെന്റൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. A1 പ്രധാനമായിട്ട് 4 നുൾ പൊസിക്സിയോൺ കണക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ നുൾ പൊസിക്സിയോൺ കണക്ടോറിനാണ് ഉണ്ട്, വിച്ച് മീൻസ് ആൻഡ്. രണ്ട് സെന്റൻസിനെ ആൻഡ് വെച്ച് കണക്ട് ചെയ്യാനാണ് നമ്മൾ ഉണ്ട് യൂസ് ചെയ്യുന്നത്. നമുക്കൊരു ബൈസ്പീൽ നോക്കാം. ഇഷ് ട്രിങ്കെ ആപ്പിൾ സാഫ്റ്റ് und orange saft. I drink apple juice and orange juice. രണ്ടാമത്തെ നുൾ പൊസിക്സിയോൺ കണക്ടോർ ആണ് ഓദർ. ഓദറിന് അർത്ഥം വരുന്നത് ഓർ. രണ്ട് സെന്റൻസിനെ ഓർ വെച്ച് കണക്ട് ചെയ്യാനാണ് നമ്മൾ ഓദർ യൂസ് ചെയ്യുന്നത്. നമുക്കൊരു ബൈസ്പീൽ നോക്കാം. ഹോയിറ്റെ ലേണെ ഇഷ് ഇംഗ്ലീഷ് ഓദർ ഡോയിഷ്. അർത്ഥം വരുന്നത് ഇന്ന് ഞാൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ജർമ്മൻ പഠിക്കും. മൂന്നാമത്തെ നുൾ പൊസിക്സിയോൺ കണക്ടോറിനാണ് ആബർ, വിച്ച് മീൻസ് ബട്ട്. രണ്ട് സെന്റൻസുകളെ ബട്ട് വെച്ച് കണക്ട് ചെയ്യാനാണ് നമ്മൾ ആബർ യൂസ് ചെയ്യുന്നത്. സും ബൈസ്പീൽ ഇഷ് ലീബെ ഡോയിഷ് ഗ്രാമാറ്റിക്. ആബർ എസ് ഈസ്റ്റ് സേർ ഷ്വേറിംഗ്, വിച്ച് മീൻസ് ഐ ലവ് ജർമ്മൻ ഗ്രാമർ ബട്ട് ഇറ്റ് ഈസ് സോ ഡിഫിക്കൽട്ട്. അപ്പോൾ ആബറിന്റെ അർത്ഥം വരുന്നത് ബട്ട്. നാലാമത്തെയും അവസാനത്തെയും നുൾ പൊസിക്സിയോൺ കണക്ടോറിനാണ് ദെയിൻ. ദെയിൻ അർത്ഥം വരുന്നത് ബിക്കോസ്. രണ്ട് സെന്റൻസിനെ ബിക്കോസ് എന്ന അർത്ഥം വെച്ച് കണക്ട് ചെയ്യാനാണ് നമ്മൾ ദെയിൻ എന്ന കണക്ടോർ യൂസ് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇഷ് സ്റ്റുഡീറെ ഡോയിഷ് ദെയിൻ ഇഷ് നാഹ് ഡോയ്ച്ച്ലാൻഡ് ഫാറൻ, വിച്ച് മീൻസ് ഞാൻ ജർമ്മൻ പഠിക്കുന്നത് ജർമ്മനിയിലോട്ട് പോകാൻ വേണ്ടിയാണ്. ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ദെയിൻ എന്ന വാക്ക് അർത്ഥമാക്കുന്നത് ബിക്കോസ്. ഒരു കാരണം പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്ന അർത്ഥം വരാനാണ് നമ്മൾ ദെയിൻ എന്ന വാക്ക് യൂസ് ചെയ്യുന്നത്.